മക്കളെ, ഇന്ന് നമുക്ക് പരി ലഡ്കി എന്ന കഹാനിയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അബ് സമയ് ആ ഗയാ ഹേ कि तुम्हारे एक आदमी बनने का मामने ऐसा क्यों कहा होगा. നിനക്ക് ഒരു പുരുഷനാകേണ്ട സമയമായി എന്ന് അമ്മ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കാം അമ്മ അങ്ങനെ പറഞ്ഞത്? അതിന്റെ ആൻസർ നോക്കാം. हरमन सदा माम से लिपटकर चलता था. युद्ध के समय उसे कैंप में भेजने के लिए विदा होते वक्त उसमें ओज भरने के लिए माम ने ऐसा कहा होगा. എന്താണ്? ഹെർമൻ എപ്പോഴും അമ്മയെ പറ്റിച്ചേർന്ന് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ലിബഡ്കർ ചൽത്താദ. യുദ്ധ കെ സമയ് ഉസേ ക്യാമ്പ് മേ ബേജ്നെ കെ ലിയെ, യുദ്ധത്തിന്റെ സമയത്ത് ക്യാമ്പിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവനെ ക്യാമ്പിലേക്ക് വിടുമ്പോൾ വിദാ ഹോത്തെ വക്ത് ഉസ്മേ ഓജ് ഭർനെ കെ ലിയെ, അവന്റെ ഉള്ളില് ധൈര്യം നിറയ്ക്കാൻ വേണ്ടി, അവന് ധൈര്യം പകരാൻ വേണ്ടി, ഓജ് പറഞ്ഞ ധൈര്യം, ഉസ്മേ ഓജ് ഭർനെ കെ ലിയെ, അവന് ധൈര്യം നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അമ്മ അങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. अब यही घर है कैदी शिविर को यहाँ घर क्यों कहा गया है. ഇതാണ് വീട്. അബ് യഹി ഗർ ഹെ, ഇനി ഇതാണ് വീട്. കൈദി ശിവർ കോ യഹാ ഗർ ക്യോം കഹാ ഗയാ ഹെ, എന്തുകൊണ്ടാണ് ക്യാമ്പിനെ ഇവിടെ വീടായിട്ട് പറയുന്നത് എന്നാണ് ചോദ്യം. കൈദി ശിവിർ എന്ന് പറഞ്ഞാൽ തടവറ. ആ തടവറയെ എന്തുകൊണ്ടാണ് വീടായിട്ട് പറയുന്നത്? युद्ध के समय कैंप में रहते लोगों को जीवन वहां ही है. सभी मुसीबतें सहकर वे वहां रहेंगे. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? युद्ध के समय कैंप में रहते लोगों को जीवन वहां ही है. യുദ്ധത്തിന്റെ സമയത്ത് ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക്, ആ യുദ്ധ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ജീവിതവും അവിടെ തന്നെയാണ്. അവരുടെ ജീവിതം അവിടെ തന്നെയാണ്. അവരവിടെ തന്നെയാണ് കഴിയുന്നത് അല്ലേ? അപ്പോൾ അവരുടെ എല്ലാ അനുഭവങ്ങളും ഒരു വീട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവുന്നത് പോലെ ആ ക്യാമ്പിലാണ് അവരുണ്ടായിരിക്കുക. എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ്. അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും, സബി മുസീബത്തെ സഹകർവേ വഹാൻ രഹെങ്കെ, എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് അവരവിടെ തന്നെ കഴിയും, അവിടെ തന്നെ തുടരും. അവരുടെ ജീവിതം അങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്ന അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് തന്നെയാണ് ഇനി വീട് എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം. ഹർമൻ കോ ഹമേശ മാം കി യാദ് ക്യോം സദാത്തി ഹോഗി. ഹർമന് എപ്പോഴും അമ്മയുടെ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏത് സമയത്തും അമ്മയുടെ ഓർമ്മ അവനെ വേട്ടയാടുന്നത് എന്നാണ് ചോദ്യം. ഹർമൻ 11 സാൽ കാ ലഡ്കാ ഥാ. ഹർമൻ 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. लड़का था वह हमेशा अपनी माम से लिपटकर चलता था. वह हमेशा अपनी माम से लिपटकर चलता था. അവൻ എപ്പോഴും തൻ്റെ അമ്മയോടൊപ്പമാണ് നടക്കാറുണ്ടായിരുന്നത്. अचानक माम से दूर कैब में रहते वक्त उसके मन में माम के प्यार की याद आती होगी. ക്യാമ്പിൽ അമ്മയിൽ നിന്നും വിട്ടകന്നു നിന്നപ്പോൾ ആ അമ്മയുടെ സ്നേഹം അവൻ്റെ മനസ്സിൽ ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. അചാനക്ക്, പെട്ടെന്ന്, മാംസേ ദൂർ, അമ്മയിൽ നിന്നും അകന്ന്, ക്യാമ്പുമേ രത്തെ വക്ത്, ക്യാമ്പിൽ താമസിക്കുന്ന സമയത്ത്, ഉസ്കെ മന്മേം, അവൻ്റെ മനസ്സിൽ, മാം കെ പ്യാർ കി യാദ് ആത്തി ഹോഗി, അമ്മയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ വന്നിട്ടുണ്ടാകാം. നാലാമത്തെ ചോദ്യം നോക്കാം. ഏക് ഗലത്ത് കദം കാ മത്ലബ് ഥാ മൗത്ത്, മേരി മൗത്ത് ഉസ്കി മൗത്ത്. യഹാ ഗലത്ത് കദം ക്യോം കഹാ ഗയാ ഹേ. ഒരു തെറ്റായ നീക്കം അത് മരണത്തെ അർത്ഥമാക്കുന്നു. എൻ്റെ മരണം,
മേരി മൗത്ത് എൻ്റെ മരണം, അവളുടെ മരണം. യഹാം ഗലത്ത് കഥം ക്യോ കഹാ ഗയാ ഹെ, ഇവിടെ തെറ്റായ നീക്കം എന്ന് എന്തിനെയാണ് പറയുന്നത്? बाढ़ के उस पार से परी लड़की ने हरमन के लिए एक सेब फेंक कर दिया था. വേലിയുടെ അപ്പുറത്ത് നിന്നിട്ട് വേലിക്കപ്പുറത്ത് നിന്ന് മാലാക പെൺകുട്ടി ഹെർമന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ എറിഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ദിയാദ കൊടുക്കാറുണ്ടായിരുന്നു. യദി യഹ് കോയി സിപ്പാഹി ദേക്കിലേത്തോ, ഒരു പക്ഷേ യഹ് കോയി, ഇത് ഏതെങ്കിലും ഒരു സിപ്പാഹി, ഒരു പട്ടാളക്കാരൻ കാണുകയാണ് എന്നുണ്ടെങ്കിൽ മൗത്ത് പറഞ്ഞ മരണശിക്ഷ ലഭിക്കും. ദോനോക്കാ സജാ ഹോ സക്തി, രണ്ടു പേർക്കും മരണശിക്ഷ ലഭിക്കും. അഞ്ചാമത്തെ ചോദ്യം, മേനെ क्या पाया और क्या गोया, ഹർമൻ ने क्यों ऐसा सोचा होगा, ഞാൻ എന്താണ് നേടിയത്, ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയത്, ഹെർമൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്തായിരിക്കും? ഹെർമൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്താണ് നേടിയത്, ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയത് എന്നങ്ങനെ ഹെർമൻ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ ചിന്തിച്ചത്? बचपन में कैंप में मुसीबतें सहकर रहे हरमन जवान आदमी बनकर न्यूयॉर्क पहुंचा. वहां नए जीवन बिताते वक्त भी उसके मन में पुराने जीवन की यादें थी. എന്തുകൊണ്ടാണ് ഞാൻ എന്താണ് നേടിയത്, എന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന് ചിന്തിക്കാനുണ്ടായ കാരണം? കുട്ടിക്കാലത്ത് ക്യാമ്പിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് ഹർമൻ കഴിഞ്ഞു അല്ലെ. ബച്പൻ മേ ക്യാമ്പ് മേ മുസീബത്തെ സഹക്കർ രഹേ ഹർമൻ ജവാൻ ആത്മീ ബൻകർ, അവനൊരു യുവാവായി കഴിഞ്ഞപ്പോൾ, കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് ക്യാമ്പിലാണ് അവൻ കഴിഞ്ഞത്. അതിനുശേഷം അവൻ യുവാവായതിനു ശേഷം ന്യൂയോർക്കിലെത്തി. വഹാം നയേ ജീവൻ വിദാത്തെ വക്ത്, അവിടെ നല്ലൊരു ജീവിതം ജീവിക്കുകയാണ്, പുതിയ ജീവിതം. നയേ ജീവൻ വിദാത്തെ വക്ത്, അവിടെ ഒരു പുതിയ ജീവിതം ജീവിക്കുന്ന സമയത്ത് കൂടി ഉസ്കേ മന്മേ പുരാനേ ജീവൻ കി യാദേന്തി, അവൻ്റെ മനസ്സിൽ പഴയ ജീവിതത്തിൻ്റെ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്താണ് നേടിയത്, ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയത് എന്നവൻ ചിന്തിക്കുന്നത്. കുട്ടിക്കാലത്ത് അമ്മയോടുള്ള സ്നേഹം, അമ്മയുടെ കൂടെ കഴിയാനുള്ള സാഹചര്യം ഒക്കെ ക്യാമ്പിലായതുകൊണ്ട് നഷ്ടപ്പെട്ടു അല്ലേ. ഇന്ന് അവൻ നല്ലൊരു ജീവിത രീതിയിൽ എത്തിയിരിക്കുന്നു, നല്ലൊരു ജീവിതം ന്യൂയോർക്കിൽ നയേ ജീവൻ, പുതിയ ജീവിതം നയിക്കുകയാണ്. എങ്കിലും ആ സമയത്ത് കൂടി പഴയ ജീവിതത്തിനെ കുറിച്ചിട്ട്, ആ പഴയ ഓർമ്മകൾ, അവൻ്റെ മനസ്സിലെ ക്യാമ്പിലെ ജീവിതവും അമ്മയുടെ സ്നേഹവും പരിചരണവും നഷ്ടപ്പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ ഓടി മറയുകയാണ്. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, ഞാൻ എന്തു നേടി, ഞാൻ എന്തു നഷ്ടപ്പെടുത്തി എന്ന്. അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം. ഗതിവിധിയാണ്, ആക്ടിവിറ്റി ചെയ്യാനാണ് ഇനി ആറാമത്തത്. കഹാനിക്ക് ആധാർ പർ ലിഖേ യഹ് കഥൻ കിസ്കാ ഹേ. നമ്മൾ ഈ കഥ പഠിച്ചല്ലോ, ആ കഥ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയണം യഹ് കഥൻ കിസ്കാ ഹേ, ഈ അഭിപ്രായമൊക്കെ ആരുടേതാണ് എന്നാണ് നമ്മൾ ഇനി പറയേണ്ടത്. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി നോക്കാം. कहानी के आधार पर लिखे यह कथन किसका है? एक परी आकर तुम्हें बचाएगी, ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അമ്മയാണ് അല്ലേ. മേം ഏക് ലഡ്കെ കെ ലിയേ റോസാന സേബ് ലേക്കർ ജാത്തി തി, ഞാനൊരു ആൺകുട്ടിക്ക് വേണ്ടി നിത്യവും ആപ്പിൾ കൊണ്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? പരിയിലെടുക്കുകയാണ്. അബ് യഹി ഗർഹേ, ഇപ്പോൾ ഇതാണ് വീട് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഹർമന്റെ സഹോദരൻ അല്ലേ. തുമേ വോ ലടുക്കി പസന്ത് ആയേഗി, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാകും എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഹർമന്റെ സുഹൃത്തായിരുന്നു. അവർ പോകുന്ന വഴിയിൽ കാറിൽ വെച്ചിട്ട് അവർ സംസാരിക്കുന്നു, അവിടെ ഒരു പെൺകുട്ടി വരും, ആ വരുന്ന പെൺകുട്ടിയെ നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞത് ഹർമന്റെ ഫ്രണ്ട് ആയിരുന്നു. മേ വഹാം ഏക് ശിവിർ മേ കൈദീദ, ഞാൻ അവിടെയുള്ളൊരു ശിബിരത്തിൽ തടവുകാരനായിരുന്നു. അതാരാണ് പറയുന്നത്? ഹർമനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഏക് പരി ആക്കർ തുമേ ബച്ചായേഗി എന്ന് പറയുന്നത് അമ്മയാണ്. മേം ഏക് ലഡ്കെ കെ ലിയേ റോസാന സേബ് ലേക്കർ ജാത്തി തി, ഒരു ആൺകുട്ടിക്ക് വേണ്ടി നിത്യവും ആപ്പിളായിട്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞത് പരിയിലെടുക്കിയാണ്. അബ് യഹി ഗർഹ, ഇപ്പോൾ ഇതാണ് വീട്, ഹർമന്റെ സഹോദരൻ.
തുമേ വോ ലടുക്കി പസന്ത് ആയേഗി, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടും. ഹർമന്റെ ദോസ്ത് മേ വഹാം ഏക് ശിവിർ മേ കൈദീദ, ഞാൻ അവിടെയുള്ള ശിബിരത്തിൽ കൈദിയായിരുന്നു. ഹർമൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, കഹാനി പടേ ഘടനാവോ കോ ക്രമബന്ധ് കരയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ തന്നിരിക്കുന്ന കഥ നിങ്ങൾ പഠിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഓരോ പോയിന്റുകൾ തന്നിരിക്കുന്നത് ക്രമത്തിലാക്കണം. ഇവിടെ ഓർഡർ ആയിട്ടല്ല തന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾക്കിവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കാം. പരി ലഡ്കി സെ ഹർമൻ കോ മദദ് മിൽത്തി ഹേ, ആ മാലാഖ പെൺകുട്ടിയിൽ നിന്നും ഹർമന് സഹായം ലഭിക്കുന്നു. യുവാ ബനനെ പർ ഹർമൻ ജീനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്ത ഹേ, യുവാവായതിനു ശേഷം ഹർമൻ ജീവിക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു. യുദ്ധ സമാപ്ത് ഹോ ജാത്ത ഹെ, യുദ്ധം അവസാനിക്കുന്നു. ഹർമൻ മാംസെ അലഗ് ഹോത്ത ഹെ, ഹർമൻ അമ്മയിൽ നിന്നും വേർപ്പെടുന്നു. പരി ലഡ്കി കോ പഹ്ചാൻത ഹെ, ആ മാലാഖ പെൺകുട്ടിയെ തിരിച്ചറിയുന്നു. ഹർമൻ ആഖിരി ബാർ ബാഡ് കെ പാസ് ജാത്ത ഹെ, ഹർമൻ അവസാനമായിട്ട് വേലിക്കരികിലേക്ക് പോകുന്നു. ഹർമൻ കൈദി ശിവിർ മേ ബന്ദി ഹോത്ത ഹെ, ഹർമൻ കൈദി ശിബിരത്തിൽ ബന്ദിയാകുന്നു. ഹർമൻ ഭായിയോं के साथ ഇംഗ്ലണ്ട് ചലാ ജാത്ത ഹെ, ഹർമൻ സഹോദരങ്ങൾക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. പരി ലഡ്കി സെ പുനഃ മിൽത്താ ഹെ, ആ മാലാഖ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടുന്നു. ഇങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ആയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഓർഡർ ആയിട്ട് എഴുതിയത് നോക്കാം. ഹർമൻ മാംസെ അലഗ് ഹോത്താ ഹെ, ഹർമൻ അമ്മയിൽ നിന്നോ വേർപ്പെടുന്നു, അമ്മയിൽ നിന്നോ വേർപിരിയുന്നതാണ് ഒന്നാമത്തത്. ഹർമൻ കൈദി ശിവർമെ ബന്ദി ഹോത്ത ഹെ, അമ്മയിൽ നിന്ന് വേർപ്പെട്ടതിന് ശേഷം ഹർമൻ ഒരു ജയിലില് ക്യാമ്പില് തടവിലാവുകയാണ്. ക്യാമ്പില് ഒരു ജയിലില് ശിവിർമേ കൈദി ശിബിറിൽ ബന്ദിയാവുകയാണ്. പരി ലഡ്കി സെ ഹർമൻ കോ മദദ് മിൽത്തി ഹെ, മാലാഖ പെൺകുട്ടിയിൽ നിന്നും സഹായം ലഭിക്കുന്നു. അവിടെ വെച്ചിട്ട് മാലാഖ പെൺകുട്ടിയിൽ നിന്നും സഹായം ലഭിക്കുന്നു. യുദ്ധ സമാപ്ത് ഹോ ജാത്ത ഹെ, അങ്ങനെ കുറേ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം യുദ്ധം അവസാനിക്കുന്നു. യുദ്ധ സമാപ്ത് ഹോ ജാത്ത ഹെ, യുദ്ധം അവസാനിക്കുന്നു. ഹർമൻ ആഖിരി ബാർ ബാഡ് കെ പാസ് ജാത്ത ഹെ, ഹർമൻ അവസാനമായിട്ട് വേലിക്കരികിലേക്ക് പോകുന്നു. ഹർമൻ ഭായിയോं के साथ ഇംഗ്ലണ്ട് ചലാ ജാത്ത ഹെ, ഹർമൻ സഹോദരങ്ങൾക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. യുവാ ബനനെ പർ ഹർമൻ ജീനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്ത ഹെ, യുവാവായതിനു ശേഷം ഹർമൻ അമേരിക്കയിലേക്ക് താമസിക്കാൻ പോകുന്നു. പരി ലഡ്കി സെ പുനഃ മിൽത്താ ഹെ, ആ മാലാഖ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടുന്നു. പരി ലഡ്കി കോ പഹ്ചാൻതാ ഹെ, മാലാഖ പെൺകുട്ടിയെ തിരിച്ചറിയുന്നു. അത്രയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതാണ് ഈ പോയിന്റുകൾ. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. അടുത്ത ആക്ടിവിറ്റി, ഇൻ മുഹാവരോं को समझे നയേ പ്രസംഗമേം പ്രയോഗ കരേം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ തന്നിരിക്കുന്ന മുഹാവരെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാൻ ജോക്കിമേ ഡാൽന, ജാൻ ജോക്കിമേ ഡാൽന എന്ന് പറഞ്ഞാൽ ജീവൻ പണയപ്പെടുത്തുക. അതായത് ജീവൻ പണയപ്പെടുത്തിയിട്ട് അത്രയും ജീവൻ നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള ജോലി ചെയ്യാം. അതീദ്ക കൈദി ഹോന എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിന്റെ തടവുകാരനാവുക. ഇത് രണ്ടാണ് നമ്മൾക്ക് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തത്. മത്ലബ് ഹേ കിസി ഖതർനാക്ക് ജോലി, അതായത് ഇതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? ഏതെങ്കിലും ആപത്തായിട്ടുള്ള ജോലി ചെയ്യുക, അതായത് ജീവൻ നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള ജോലി ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ജാൻ ജോക്കിമേ ഡാൽന എന്ന് പറഞ്ഞാൽ മത്ലബ് ഹേ കിസി ഖതർനാക്ക് കാം പറഞ്ഞാൽ ഏതെങ്കിലും അപകടകരമായിട്ടുള്ള ജോലി ചെയ്യുക. വഹാം ജാൻ നഷ്ടു ഹോനേക്ക ഖതരാഹു, അവിടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു ആപത്ത്, അതായത് ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന തരത്തിലുള്ള ആപത്ത് നിറഞ്ഞ ജോലി ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മൾ എഴുതേണ്ടത് ഇതാണ്.
വാക്യത്തിൽ പ്രയോഗിച്ച് എഴുതേണ്ട സെന്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. രാഹുലിനെ बाट में हमसे लोगों की मदद करने के लिए अपनी जान जोखिम में डाला. രാഹുൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവൻ പണയപ്പെടുത്തി. അടുത്തത് അദീദ് കാ കൈദി ഹോന നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. मतलब है कोई व्यक्ति अपनी पिछली गलतियों या अनुभवों से इतना प्रभावित है कि वह उससे उबर नहीं सकता, वह अदीद के दुखों में फंसा रहता है. അതായത് അദീദ് കാ കൈദി, ഭൂതകാലത്തിന്റെ തടവുകാരൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള അനുഭവങ്ങൾ, തെറ്റായിട്ടുള്ള അനുഭവങ്ങളെയും അതുപോലെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള അവരിൽ പ്രഭാവം ചെലുത്തിയിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ ഓർത്തിട്ട് ആ ദുഃഖത്തിൽ കുടുങ്ങി ഇങ്ങനെ ജീവിക്കുക, അതിനെയാണ് അദീദ് കാ കൈദി എന്ന് പറയുന്നത്. വാക്യത്തിൽ പ്രയോഗിച്ചത് നോക്കാം. വഹ് ഹമേശ ദുഃഖി രഹ്താ ഹെ ക്യോങ്കി വഹ് അദീദ് കാ കൈദി ഹെ. അവൻ എപ്പോഴും ദുഃഖിതനാണ്, എന്തുകൊണ്ടെന്നാൽ അവൻ ഒരു അദീദ് കാ കൈദിയാണ്. അതാണ് നമ്മളിവിടെ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്തത് കഹാനിക്ക് ആധാർ പർ വാക്യവിസ്താർ കരയും എന്നാണ്. കഥയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ കഥ പഠിച്ചതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാക്യവിസ്താർ തന്നിരിക്കുന്ന സെന്റൻസിനെ വികസിപ്പിച്ച് എഴുതുക. വാക്യ പിരമിഡ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ഈ വാക്യവിസ്താർ എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ നമുക്ക് വാക്യവിസ്താർ ചെയ്തത് നോക്കാം. റോമ കാം കർത്തീതി എന്ന ഒരു സെന്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റോമ ജോലി ചെയ്തിരുന്നു. ആരാണ് റോമ? റോമ പരീലടുക്കിയാണ്. അല്ലെ, ലാസ്റ്റാണ് നമ്മൾ പരീലടുക്കിയുടെ പേരറിയുന്നത്, റോമ എന്നാണ്. അപ്പൊ റോമ ജോലി ചെയ്തിരുന്നു. റോമ ഗേത്ത് പർ കാം കർത്തീതി, റോമ വയലിൽ ജോലി ചെയ്തിരുന്നു. എവിടെയാണ് റോമ ജോലി ചെയ്തിരുന്നത്? വയലിൽ ജോലി ചെയ്തിരുന്നു. റോമ ഗാവ് കെ ഗേത്ത് പർ കാം കർത്തീതി, റോമ ഗ്രാമത്തിന്റെ വയലിൽ ജോലി ചെയ്തിരുന്നു. റോമ ഏക് ചോട്ടെ ഗാവ് കെ ഗേത്ത് പർ കാം കർത്തി, റോമ ഒരു ചെറിയ ഗ്രാമത്തിന്റെ വയലിൽ ജോലി ചെയ്തിരുന്നു. റോമ ജർമ്മനിക്ക് ഏക് ചോട്ടെ ഗാവ് കെ ഗേത്ത് പർ കാം കർത്തി, റോമ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ വയലിൽ ജോലി ചെയ്തിരുന്നു. അടുത്തത് നമൂനയ്ക്ക് അനുസാർ ലിഖിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രേഖാങ്കിത് ശബ്ദോം പർ ധ്യാൻ ദേ അർത്ഥഭേദ സമജ്ജേ. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് അർത്ഥഭേദം മനസ്സിലാക്കുക. അതിനുശേഷം നിയമത്തിനനുസരിച്ച് എഴുതാൻ, ഇവിടെ തന്നിരിക്കുന്ന നിയമത്തിനനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മേരി മാം ഗാന ബനാത്തി ദി, മേരി മാം ഗാന ബനാത്തി ദി, എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. മേരി മാം ഗാന ബനാത്തിദി, എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. അതായത് എൻ്റെ അമ്മ പാചകം ചെയ്യുമായിരുന്നു. ബനാത്തിദി ചെയ്യുമായിരുന്നു എന്നുള്ള അർത്ഥം. അടുത്തത് മേരി മാം ഗാന ബനാത്തി ഹെ, എൻ്റെ അമ്മ പാചകം ചെയ്യുന്നു. ആദ്യത്തത് ചെയ്യുമായിരുന്നു, രണ്ടാമത്തത് ചെയ്യുന്നു. അടുത്തത് മേരി മാ ഗാന ബനായേങ്കി, എൻ്റെ അമ്മ പാചകം ചെയ്യും. മേരി മാം ഗാന ബനായേങ്കി, എൻ്റെ അമ്മ പാചകം ചെയ്യും. അടുത്തത് മേരെ പയർ ആകെ ബടുത്തേ ദേ, മേരെ പയർ ആകെ ബടുത്തേ ദേ, എൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങി. മേരെ പയർ ആകെ ബടുത്താ ഹെ, എൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങുന്നു. മേരെ പയർ ആകെ ബഡേങ്കെ, എൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങും. മേരെ ഹാത്തോം സെ ഗൂൻ ബഹത്താത, എൻ്റെ കൈകളിൽ നിന്നും രക്തം ഒഴുകിയിരുന്നു. രക്തം വരാറുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം, വരാറുണ്ടായിരുന്നു. അടുത്തത് മേരെ ഹാത്തോം സെ ഗൂൻ ബഹത്താ ഹെ, എൻ്റെ കൈകളിൽ ചോര ബഹത്താഹെ ഒഴുകുന്നു എന്നുള്ള അർത്ഥം, എൻ്റെ കൈകളിൽ നിന്നും ചോര ഒഴുകുന്നു. അതിന് മുമ്പേത്തെ ഒഴുകുമായിരുന്നു, ഒഴുകുന്നു. അടുത്തത് മേരെ ഹാത്തോം സെ ഗൂൻ ബഹേഗ, എൻ്റെ കൈകളിൽ നിന്ന് ചോര ഒഴുകും, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ വഹ് ബാഡ് കെ പാസ് ജാത്തി ഹെ, അതിനെ മാറ്റം വരുത്തിയത് വഹ് ബാഡ് കെ പാസ് ജാത്താ ഹെ, വഹ് ബാഡ് കെ പാസ് ജായേഗി.
मैं कारखाने में काम करता था, मैं कारखाने में काम करता हूँ, मैं कारखाने में काम करूँगा। मैं घर जाना चाहता था, मैं घर जाना चाहता हूँ, मैं घर गाना ചാഹൂങ്ക. അങ്ങനെയാണ് നമ്മൾ ഇതിനെ മാറ്റം വരുത്തി എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് हरमन के जीवन प्रसंगों के संबंधित वाक्य चुनकर तालिका बने. ഹർമൻ്റെ ജീവനെ സംബന്ധിക്കുന്ന ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതായത് ശിവരത്തിലുള്ളതും ശിവരത്തിൽ നിന്നും വിട്ടു പോയതിന് ശേഷമുള്ളതാണ്. ചുടനേക്കെ ബാദ് ശിവിർസേ ചുടനേക്കെ ബാദ്, ശിവരം വിട്ടു പോയതിന് ശേഷമുള്ള കാര്യം, ശിവരത്തിലുള്ള കാര്യമാണ്. ഇവിടെ രണ്ടും കൂടെ ചേർത്താണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളത് ഓരോന്നും ഓരോ ബോക്സിലേക്ക് എഴുതണം. അപ്പോൾ എഴുതിയത് നോക്കാം. ഹർമൻ ബൈ ഓർ ബേച്ചൈനീസേ രത്തായ, ഹർമൻ ഭയത്തോടു കൂടി താമസിക്കുന്നു ശിവിരത്തിൽ, അല്ലേ. പിന്നെ ശിവിരത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൈക്കഡോൻ ലോകോം കെ ബീച്ച് ദബുക്കർ സ്വത്താഹ, നൂറുകണക്കിന് ആളുകളുടെ ഇടയിൽ അമർന്നുറങ്ങുന്നത്. റോമാസെ സഹായത മിൽത്തിയ, റോമയിൽ നിന്നും സഹായം ലഭിക്കുന്നത്. പിന്നീട് വരുന്ന കാര്യം ഹർമൻ അകേല ഓർ അസഹായ മഹസൂസ് കർത്താഹെ, ഹർമൻ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു, അവിടെ നിന്ന് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു. പിന്നെ കടി മെഹനത്ത് ഓർ ബൂക്ക് സേരത്ത, വളരെയധികം പരിശ്രമവും അതുപോലെ തന്നെ വിശപ്പും സഹിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ. हरमन बाई और बेचैनी से रहता है, सैकड़ों लोगों के बीच दबकर सोता है, रोमा से सहायता मिलती है, हरमन अकेला और असहाय महसूस करता है, कड़ी मेहनत और भूख से रहता है. ഇനി നമ്മൾ അവിടെ നിന്ന് വിട്ട് മാറിയതിന് ശേഷം, ശിവരത്തു നിന്ന് പോയതിന് ശേഷമുള്ള കാര്യമാണ്. അതീത് കാ കൈദി ബൻകർ രഹത്താ ഹെ, ഭൂതകാലത്തിനെ കുറിച്ചിട്ട് ഭൂതകാലത്തിന് തടവുകാരനായി ജീവിക്കുന്നു. ഹർമൻ ഏക് നയി ജിന്ദഗി കി ശുരുവാത്ത് കർനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്താ ഹെ, ഹർമൻ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു. ഹർമൻ അതീത് കോ ഭൂൽനെ കി കോശിഷ് കർത്താ ഹെ, ഹർമൻ ഭൂതകാലം മറക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്നു, പരിശ്രമിക്കുന്നുണ്ട്. റോമാസെ പുനഃ മിലൻ സമ്പന്ന ഹോത്താ ഹെ, റോമയെ വീണ്ടും കണ്ടുമുട്ടുന്നു. ഭായിയോം കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ജാത്താ ഹെ, സഹോദരങ്ങൾക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. അത്രയും കാര്യങ്ങളാണ്. അതായത് റോമയുമായുള്ള പുനഃമിലൻ പറഞ്ഞാൽ പുനഃസമാഗമം, അതായത് വീണ്ടും കണ്ടുമുട്ടുക. ഭായിയോം കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ജാത്ത, സഹോദരങ്ങൾക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇത്രയാണ് രണ്ട് ഭാഗത്തും നമ്മൾ എഴുതിയിരിക്കുന്നത്. ശിവരത്തിൽ നടന്ന കാര്യം, ശിവരത്തിൽ നിന്ന് പോയ ശേഷമുള്ള കാര്യം നമ്മൾ വേർതിരിച്ച് എഴുതി. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കഹാനി കെ കിസി ഏക് പ്രസംഗം പർ പടുക്കഥ തയ്യാർ കരയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥയിലെ ഏതെങ്കിലും ഒരു സന്ദർഭം എടുത്തിട്ട് പടുക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പടുക്കഥ തയ്യാറാക്കിയത് നോക്കാം. കഹാനി കെ കിസി ഏക് പ്രസംഗം പർ പടുക്കഥ. സീൻ 3 സീൻ 1, 2, 3 ഏതും എഴുതാം. സ്ഥാൻ കൈദി ശിവിർ കെ ബാഡ് കെ പാസ്, സ്ഥലം കൈദി ശിബിരത്തിൻ്റെ വേലിക്കടുത്താണ് പറയുന്നത്. കൈദി ശിബിരത്തിൻ്റെ വേലിക്കടുത്ത് നിന്നുള്ള കാര്യമാണ്, ക്യാമ്പിൻ്റെ വേലിയാണ് പറയുന്നത്. സമയം ദോപഹർ 2 ബജെ, ഉച്ചയ്ക്ക് 2 മണിയാണ്. പാത്ര ആയു ഇവിടെ തന്നിട്ടുണ്ട്. കഥാപാത്രങ്ങൾ ഹർമനും പിന്നെ ഒരു പെൺകുട്ടിയുമാണ്. ഹർമൻ 11 വയസ്സ്, പെൺകുട്ടിക്ക് 10 വയസ്സ്. ഹർമൻ്റെ വയസ്സ് നമുക്ക് ചാപ്റ്ററിൽ പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ വയസ്സ് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് 10 കൊടുത്തതാണ്. 9 ഒക്കെ നമുക്ക് കൊടുക്കാം, ഒരു വയസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ വേഷഭൂഷ, ഹർമൻ കൈദിയോങ്ക യൂണിഫോം, ഹർമൻ ധരിച്ചിരിക്കുന്നത് കൈദികളുടെ യൂണിഫോമാണ്. ലടുക്കി ഫ്രോക്കാണ് ധരിച്ചിരിക്കുന്നത്. 10 साल की लड़की बाढ़ के उस पार गड़ी है, लड़का इस बार दोनों बातें कर रहे हैं. സന്ദർഭാണ് 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി വേലിയുടെ അപ്പുറത്ത് നിൽക്കുന്നു. ലടുക്ക ഇസ്പാർ, ആൺകുട്ടി ഈ വേലിയുടെ ഇപ്പുറവും നിൽക്കുന്നു. 2 പേരും സംസാരിക്കുന്നു. അതാണ് സന്ദർഭം.
ഹർമൻ ഹർമൻ അരെ തുമാരെ പാസ് കുച്ച് ഗാനാ ഹെ. ഹർമൻ ചോദിക്കുകയാണ് നിന്റെ അടുത്ത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൈവശം ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ലടുക്കി സിർ ഹിലാത്തി ഹുയി, തല ഇളക്കിക്കൊണ്ട് തലയാട്ടിക്കൊണ്ട് പറയാണ് അതെ. ഹർമൻ ബഹുത്ത് ഭൂക്കാഹം, വല്ലാതെ വിശക്കുന്നു, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ലടുക്കി ധീമി ആവാസ് മേ, പതിഞ്ഞ സ്വരത്തിൽ പറയാണ് സ്യാദാ കുച്ച് നെഹി ഹെ, അധികമൊന്നുമില്ല. ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് അധികമൊന്നുമില്ല, നല്ല വിശക്കുന്നുണ്ട്, അപ്പൊ വിശപ്പ് അകറ്റാൻ മാത്രം ഇല്ല എന്നാണ് ലടുക്കി പറയുന്നത്. ഹാർമൻ ഫുസ് ഫുസാത്തെ ഹുയ, ഹാർമൻ പിറുപിറുത്തുകൊണ്ട് പറയാണ്, അതായത് പതുക്കെ പതിഞ്ഞ സ്വരത്തിൽ പറയാണ് ജൽദി ലേ ആവോന, വേഗം കൊണ്ടുവരൂ, വേഗം കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കുകയാണ് അതിനോട്. വേഗം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ലടുക്കി ഇധർ ഉധർ ദേഖ്തി ഹുയി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് കോയി നെഹി ദേഖ്നാ ഹെ. ലടുക്കി പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് എന്താ പറയുന്നത്, ആരും കാണണ്ട. കോയി നെഹി ദേഖ്നാ ഹെ, ആരും കാണണ്ട. ഹർമൻ ടീക്ക് ഹെ, ശരി. ലടുക്കി ദോഡ ഇന്തസാർ കരോമേ അബി ആയി, എന്താ പറയുന്നത്, അല്പം കാത്തിരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പോകുന്നു. ഞാൻ ഉടനെ തിരിച്ചു വരും, നീ അല്പം കാത്തിരിക്കൂ എന്ന് പറയാണ്. സെരൂർ, ഹർമൻ എന്താ പറയുന്നത്, സെരൂർ തീർച്ചയായും. ഇധർ ഉദർ ദേഖ്താ ഹെ, എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. ലടുക്കി ഏക്ക് സേബ് ഫേങ്ക് കർ ദേത്തി ഹെ, പെൺകുട്ടി ഒരു സേബ് എറിഞ്ഞു കൊടുക്കുന്നു. യഹ് ലോ, ഇതെടുത്തോളൂ. ഹർമൻ ബഹുത്ത് ബഹുത്ത് ശുക്രിയ, വളരെ നന്ദി. ലടുക്കി ഹാത്ത് ഹിലാത്തി ഹുയി കൽ മിലേം, കൈ വീശിക്കൊണ്ട് പറയാണ് നാളെ കാണാം. ഹർമൻ കൃതജ്ഞതാസെ, നന്ദിയോടെ. കൽ ഇസി വക്ത്, നാളെ ഇതേ സമയത്ത്. ലടുക്കി ചലി ജാത്തി ഹെ, ഹർമൻ ഹാത്ത് ഹിലാത്തെ ഹുയെ ഗഡാ രഹത്താ ഹെ, പെൺകുട്ടി നടന്നു പോകുന്നു, ഹർമൻ കൈ വീശി അവിടെ നിൽക്കുന്നു. അതാണ് നമ്മുടെ പടുക്കഥ. പരി ലടുക്കി എന്ന കഹാനിയിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. തും മേരി പരി ലടുക്കി ഹോ, മേനെ റോമാസെ ധീരേസെ കാ, നീ എൻ്റെ മാലാക പെൺകുട്ടിയാണ്, ഞാൻ റോമയോട് പതുക്കെ പറഞ്ഞു. ഔർ മേ തുമാരാ ലടുക്കാഹും, ഞാൻ നിന്റെ ആൺകുട്ടിയാണ്. നമുക്കൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. ഡയറി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറി എഴുതാനാണ്. തും മേരി പരി ലടുക്കി ഹോ, നീ എൻ്റെ മാലാക പെൺകുട്ടിയാണ്. മേനെ റോമാസെ ധീരേസെ കഹ, ഞാൻ റോമയോട് പതുക്കെ പറഞ്ഞു. ആർ മേ തുമാരാ ലടുക്കാഹും, ഞാൻ നിന്റെ ആൺകുട്ടി. ഹർമൻ അപ്പനി പരി ലടുക്കി സെ പുനഃ മിൽത്ത, ഹർമൻ തന്റെ മാലാക പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടുന്നു. ഹർമൻ കി ഉസ് ദിൻ കി ഡയറി കൽപ്പന കർക്കെ ലിഖിയെ, ഹർമന്റെ ആ ദിവസത്തെ ഡയറി സങ്കല്പിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് ദിൻ ദിനാങ്ക് കൊടുക്കണം.
ദിൻ ദിനാങ്ക് നിങ്ങൾ എഴുതുക, ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതുക. വാ ന ജാനെ ആജ് കൈസാ ദിന്ത, വാ ഇന്ന് എന്തൊരു ദിവസമായിരുന്നു എന്ന് അറിയുകയില്ല. മേരെ ലിയ ഖാസ് ദിൻ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു എന്ന്. യഹ് ദിൻ മേ കൈസേ ഭൂൽ പാവും, ഈ ദിവസം ഞാൻ എങ്ങനെ മറക്കും. കഥാബി നെഹി, ഒരിക്കലുമില്ല, എനിക്ക് ഈ ദിവസം എങ്ങനെ എനിക്കിത് മറക്കാൻ പറ്റും, ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അപ്പനെ പരിയിലടുക്കിസേ പുനഃ മില, എൻ്റെ മാലാക പെൺകുട്ടിയെ ഞാൻ വീണ്ടും കണ്ടുമുട്ടി. മേരെ ദോസ്തിനെ ഏക്ക് ദാവത്ത് പർ ആമന്ത്രിത് കിയാത, എൻ്റെ ഫ്രണ്ട് ഒരു വിരുന്നിന് വേണ്ടി വിളിച്ചതായിരുന്നു. ഉസ്നെ കഹാ തുമേ വഹ് ലഡ്കി പസന്ത് ആയേഗി, അവൻ പറഞ്ഞിരുന്നു നിനക്ക് ആ പെൺകുട്ടിയെ തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന്. റോമ മേരി പരി ലഡ്കി, റോമ എൻ്റെ മാലാക പെൺകുട്ടി. കൈദി ശിവർ മേ മുജെ റോസാന സേബ് ഖിലാനെ വാലി ലഡ്കി, കൈദി ശിബിരത്തിൽ എനിക്ക് നിത്യവും സേബ് ആപ്പിൾ തീറ്റിച്ച, ആപ്പിൾ കൊണ്ടുവന്ന് എനിക്ക് നൽകിയ എന്നുള്ള അർത്ഥം. അതായത് എനിക്ക് വേണ്ടിയിട്ട് എന്നെ ആപ്പിൾ തീറ്റിച്ച ആ പെൺകുട്ടി. വഹ് ജർമ്മനി കെ ഏക് ഗാവ് കെ ഗേത്ത് മേ കാം കർത്തി തി, അവൾ ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിലെ വയലിൽ ജോലി ചെയ്തിരുന്നു. അബ് വഹ് അമേരിക്ക മേ നേഴ്സ് ഹെ, ഇപ്പോൾ അവൾ അമേരിക്കയിൽ നേഴ്സാണ്. ഹോഷിയാർ ഹെ വഹ്, അവൾ മിടുക്കിയാണ്. വഹ് മുജെ ബി പഹ്ചാൻ ലി, അവൾ എന്നെയും തിരിച്ചറിഞ്ഞു. ഭഗവാൻ കി കൃപ സെ ഹമേ പുനഃ മിൽനെ കാ അവസർ മില, ഭഗവാന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാനുള്ള അവസരം ലഭിച്ചു. വാപ്പസ് ആത്തെ സമയം മുജെ ഉസ്കി ആങ്കെ മേ ആംസു ദിഖായി ദിയ, തിരിച്ചു പോരുന്ന സമയത്ത് എനിക്ക് അവളുടെ കണ്ണുകളിൽ ആ കണ്ണുനീർ കാണാൻ കഴിഞ്ഞു. മാം മേരി മാം ആപ് കഹാ ഹെ, അമ്മേ എൻ്റെ അമ്മേ താങ്കൾ എവിടെയാണ്. മുജെ അപ്പനി പരി ലഡ്കി വാപ്പസ് മിൽ ഗയി, എനിക്ക് എൻ്റെ മാലാക പെൺകുട്ടിയെ തിരിച്ച് ലഭിച്ചിരിക്കുന്നു. മഗർ മേരി മാം, പക്ഷേ എൻ്റെ അമ്മ. അത്രയാണ് നമ്മുടെ ഡയറി ഉള്ളത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. പോസ്റ്റർ ഉണ്ടാക്കാനാണ്. യുദ്ധ വിനാശകാരി ഹേ യുദ്ധ രോക്കേം സന്ദേശ് ദേത്തെ ഹുയേ, പോസ്റ്ററാണ് പറഞ്ഞത്. അപ്പൊ യുദ്ധ രോക്കേം എന്ന് എഴുതാം. പിന്നെ യുദ്ധ വിനാശകാരി ഹേ, രണ്ടും എഴുതാനുള്ള സെന്റൻസ് ഇവിടെ ഉണ്ട്. യുദ്ധ രോക്കേം പിന്നെ യുദ്ധ വിനാശകാരി ഹേ. യുദ്ധ നഹീ ചാഹിയേ എന്ന് എഴുതാം. യുദ്ധ നഹീ ചാഹിയേ, യുദ്ധം വേണ്ട, യുദ്ധം വിനാശകാരിയാണ്. ശാന്തി സേവാ സമിതി കേരൾ, അതാണ് യുദ്ധ വിനാശകാരി ഹേ എന്ന പോസ്റ്റർ. ഓക്കെ, എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.